തിരുവല്ലയിലെ സ്പാ സെന്ററിൽ യുവതി കൂട്ടബലാത്സംഗത്തിനിരയായ കേസിൽ ഗുണ്ടകളും പോലീസും തമ്മിലുള്ള ബന്ധവും അന്വേഷിക്കുന്നു. ക്രൂരമായ പീഡനത്തിന് പിന്നിൽ കൃത്യമായ കൊട്ടേഷനുണ്ടെന്ന അതിജീവിതയുടെ വെളിപ്പെടുത്തൽ പുറത്തുവന്നതോടെ പോലീസ് പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. ഉന്നതതല അന്വേഷണം നടത്താൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടു. ഫെബ്രുവരി 1-ാം തീയതി തിരുവല്ലയിലെ സ്പാ സെന്ററിൽ നടന്നത് സിനിമയെപ്പോലും വെല്ലുന്ന ക്രൂരമായ നരനായാട്ടാണ്. പണം ആവശ്യപ്പെട്ടെത്തിയ സുബിൻ അലക്സാണ്ടറും 6-അംഗ സംഘവും സ്ഥാപനത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു. ആവശ്യപ്പെട്ട തുക ലഭിക്കില്ലെന്ന് ഉറപ്പാക്കിയതോടെ അതിജീവിതയെ ക്രൂരമായി മർദ്ദിക്കുകയും ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തു. കഴുത്തിൽ കത്തിവെച്ച് തന്നെ കീഴടക്കിയാണ് പ്രതികൾ ബലാത്സംഗം ചെയ്തതെന്ന് അതിജീവിത വെളിപ്പെടുത്തി. ആക്രമണത്തിന് പിന്നിൽ കൊട്ടേഷനാണെന്ന് സംശയിക്കുന്നതായി സ്ഥാപന ഉടമയും പ്രതികരിച്ചു. എന്നോട് പറഞ്ഞു ഡ്രസ്സെല്ലാം അഴിക്കാൻ പറഞ്ഞു. തൊട്ടക്കുഴിയിൽ ഇങ്ങനെ കത്തി കുത്തി വെച്ചിരിക്കുക. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഇട്ടിരുന്ന ആ റോസ് കളറിന്റെ ചുരിദാർ പെട്ടെന്ന് ഞാൻ തന്നെ ഊരി. എന്നിട്ട് അവനും അവന്റെ ഡ്രസ്സ് ഊരി എന്നെ ക്രൂരമായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഇൻഫെക്ഷനും കാര്യങ്ങളും ശരീരം വേദനയും. അപ്പൊ തന്നെ അവൻ ഫോണിൽ സെൽഫി എടുത്തു, ഡ്രസ്സൊന്നും ഇല്ലാത്ത സെൽഫി എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ നിന്റെ സാറിനെ കൊണ്ട് 3 ലക്ഷം രൂപ ഇടിയിച്ചില്ലെങ്കിൽ ഇത് ഇപ്പൊ തന്നെ ലൈവ് ആവും എന്ന് പറഞ്ഞു. അതിജീവിതയുടെ വെളിപ്പെടുത്തലുകൾ ഗൗരവത്തോടെയാണ് അന്വേഷണ സംഘം കാണുന്നത്. പണം ചോദിച്ചെത്തിയ ഗുണ്ടാ സംഘം സ്പായിൽ അതിക്രമം നടത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അക്രമങ്ങൾക്കെല്ലാം പിന്നിൽ പോലീസിൻ്റെ പരോക്ഷമായ പിന്തുണയുണ്ടെന്ന ആരോപണം ശക്തമാണ്. സ്പാ കേന്ദ്രങ്ങളിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും DYSP ഓഫീസിലെ ഉദ്യോഗസ്ഥരും മാസപ്പടി വാങ്ങുന്നത് ഗുണ്ടകൾക്ക് ഇത്തരം അക്രമങ്ങൾ നടത്താൻ പ്രചോദനമായെന്നാണ് സൂചന. പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഈ സംഭവത്തിൽ പ്രതികരണവുമായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി രംഗത്ത് വന്നിട്ടുണ്ട്. ഏതെങ്കിലും പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായതായി തെളിഞ്ഞാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് വ്യക്തമാക്കി. ഇതിനായിട്ട് ഇങ്ങനെയൊക്കെ ബന്ധമുള്ള ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഞങ്ങൾ അവർക്കെതിരായിട്ട് ശക്തമായിട്ട് നടപടി എടുത്തിട്ടുണ്ട്. വകുപ്പ് തല അന്വേഷണം നടപടി എടുത്തിട്ടുണ്ട്. അതിലൊരു ഉദ്യോഗസ്ഥരെ സസ്പെൻഷൻ അടക്കമുള്ളതാണ്. 1 മാസം മുൻപ് ചെയ്ത കാര്യങ്ങളാണ്. സംഭവം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷവും വിവരമറിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ വൈകുന്നത് പോലീസിന്റെ ഭാഗത്തെ വീഴ്ചയാണെന്ന വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. എന്നാൽ 6 പ്രതികളിൽ 2 പേരെ മാത്രമാണ് പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. ഇപ്പോഴും സംഭവത്തിലെ 4 പേർ ഒളിവിലാണ്. സ്പാ ഉടമയിൽ നിന്നും അതിജീവിതയിൽ നിന്നും വിശദമായ മൊഴി ശേഖരിച്ച പോലീസ് കൂടുതൽ തെളിവുകൾ കൂടി പരിശോധിച്ച് ഗൂഢാലോചനയിലെ കൂടുതൽ കണ്ണുകളെ പുറത്തെത്തിക്കുമെന്നാണ് സൂചന. ഒളിവിൽ കഴിയുന്ന പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. മീഡിയ 1 പത്തനംതിട്ട.